HSL പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറഞ്ഞു പോവാം. വേദങ്ങളും വേദാംഗങ്ങളും നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് പുരാണമാണ്. പുരാണത്തിൻ്റെ ലക്ഷണം പറയുന്ന സമയത്ത് മത്സ്യപുരാണത്തിൽ 5 ലക്ഷണങ്ങളും ഭാഗവത പുരാണത്തിൽ 10 ലക്ഷണങ്ങളും പറയുന്നുണ്ട്. മത്സ്യപുരാണത്തിൽ 5 ലക്ഷണങ്ങൾ സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം. ഇവ 5ഉമാണ് മത്സ്യപുരാണത്തിൽ പറയുന്ന ലക്ഷണങ്ങൾ. ഭാഗവത പുരാണത്തിൽ സർഗം, വിസർഗം, വൃത്തി, രക്ഷ, അന്തരം, വംശം, വംശാനുചരിതം, സംസ്ഥ, ഹേതു, അപാശ്രയം ഇങ്ങനെ 10 ലക്ഷണങ്ങൾ ഭാഗവത പുരാണത്തിൽ പറയും. ഇനി മഹാപുരാണങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ? 18 പുരാണങ്ങളുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്ലോകം എന്താണ്? മദ്വയം ഭദ്വയം ചൈവ ബ്രത്രയം ചതുഷ്ടയം അനാപലിംഗ കുസ്കാനി പുരാണാനി പ്രചക്ഷതേ. മദ്വയം ഏതാണ്? മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഭദ്വയം ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം. ബ്രത്രയം ബ്രഹ്മാണ്ഡപുരാണം, ബ്രഹ്മപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം. ചതുഷ്ടയം വാമനപുരാണം, വരാഹപുരാണം, വിഷ്ണുപുരാണം, വായുപുരാണം. അനാപലിംഗ അഗ്നി, നാരദ, പത്മ, ലിംഗ, ഗരുഡ. കൂസ്കാനി എന്താണ്? കൂർമ്മപുരാണം, സ്കന്ദപുരാണം. ഇങ്ങനെ 18 പുരാണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പുരാണങ്ങളെ സാത്വിക പുരാണമെന്നും രാജസ പുരാണമെന്നും താമസ പുരാണമെന്നും 3ആയിട്ട് തിരിക്കുന്നുണ്ട്. സാത്വിക പുരാണങ്ങൾ ഏതൊക്കെയാണ്? വിഷ്ണു പുരാണം, നാരദ പുരാണം, ഭാഗവത പുരാണം, ഗരുഡ പുരാണം, പത്മപുരാണം, വരാഹ പുരാണം. രാജസ പുരാണങ്ങൾ ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, വാമന പുരാണം, ബ്രഹ്മപുരാണം. താമസ പുരാണങ്ങൾ മത്സ്യപുരാണം, കൂർമ്മപുരാണം, ലിംഗപുരാണം, ശൈവപുരാണം, സ്കന്ദപുരാണം, അഗ്നിപുരാണം. ഇങ്ങനെ താമസ പുരാണങ്ങൾ ഇങ്ങനെ 3ആയിട്ട് പുരാണങ്ങളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവിടെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, ആദ്യം മഹാഭാരതത്തെ ജയമെന്ന് പറഞ്ഞിരുന്നു. 8800 ശ്ലോകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഭാരതം എന്നായപ്പോൾ 24,000 ശ്ലോകങ്ങളോടുകൂടി ഭാരതം എന്ന് അതിനെ പറയുകയല്ല, വീണ്ടും അതിന് രൂപം ഉണ്ടായി. പിന്നീട് അത് 1,00,000 ശ്ലോകങ്ങളോടുകൂടി മഹാഭാരതം എന്ന് പറയുന്ന ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തി. ഇത് ശതസാഹസ്രീ സംഹിത എന്ന് മഹാഭാരതത്തിന് മറ്റൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 18 പർവ്വങ്ങളുണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറയണത്. ഏതൊക്കെയാണ് 18 പർവ്വങ്ങൾ? ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, ഉദ്യോഗപർവം, ഭീഷ്മപർവം, ദ്രോണപർവം, കർണപർവം, ശല്യപർവം, സൗപ്തികപർവം, സ്ത്രീപർവം, ശാന്തിപർവം, അനുശാസനപർവം, അശ്വമേധപർവം, ആശ്രമവാസിക പർവം, മൗസലപർവം, മഹാപ്രസ്ഥാനപർവം, സ്വർഗാരോഹണപർവം. ആദി, സഭാ, വന, വിരാട, ഉദ്യോഗ, ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, സൗപ്തിക, സ്ത്രീ, ശാന്തി, അനുശാസന, അശ്വമേധ, ആശ്രമവാസിക, മൗസല, മഹാപ്രസ്ഥാന, സ്വർഗാരോഹണ. ഇങ്ങനെ 18 പർവ്വങ്ങൾ. അതുപോലെ തന്നെ രാമായണത്തിൽ 7 കാണ്ഡങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബാലകാന്ഡം, അയോധ്യാകാന്ഡം, അരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. മഹാഭാരതത്തിൻ്റെ ഓതർ വ്യാസനും രാമായണത്തിൻ്റേത് വാൽമീകി. അതൊക്കെ അറിയാവുന്ന പോയിന്റുകളല്ലേ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ വരുന്നത് പഞ്ചമഹാകാവ്യങ്ങൾ എന്ന് പറയുന്നൊരു പാർട്ടാണ്. ഏതൊക്കെയാണ് പഞ്ചമഹാകാവ്യങ്ങൾ? രഘുവംശം, കുമാരസംഭവം, നൈഷധീയ ചരിതം, ശിശുപാലവധം, കിരാതാർജുനീയം. അതിൽ രഘുവംശം കാളിദാസൻ്റേതാണ്. 29 രഘുവംശ ചക്രവർത്തികളുടെ ചരിത്രമാണ് ഈ ഒരു കൃതിയിൽ വർണ്ണിക്കുന്നത്. ഇതിന് 19 സർഗങ്ങളാണുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മല്ലിനാഥൻ എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിൻ്റെ പേര് സഞ്ജീവനി എന്നാണ്. കുമാരസംഭവത്തിൻ്റെയും രഘുവംശത്തിൻ്റെയും മല്ലിനാഥൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേര് സഞ്ജീവനി എന്നാണ്. മല്ലിനാഥൻ ഈ 5 മഹാകാവ്യങ്ങൾക്കും വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. കുമാരസംഭവവും കാളിദാസൻ്റേതാണ്. അവിടെ ശിവപാർവതി വിവാഹം, കാർത്തികേയൻ്റെ ജനനം, താരകാസുര സംഹാരം തുടങ്ങിയിട്ടുള്ളവയാണ് വർണ്ണിക്കുന്നത്. ഇതിൽ 17 സർഗങ്ങളാണുള്ളത്. നമ്മൾ പറഞ്ഞു മല്ലിനാഥൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേര് സഞ്ജീവനി എന്നാണ്. അടുത്തത് കിരാതാർജുനീയമാണ്.
ഇതിൽ 18 സർഗങ്ങളാണുള്ളത്. ഭാരവിയാണ് ഇതിൻ്റെ കർത്താവായിട്ട് പറയുന്നത്. മഹാഭാരതത്തിൻ്റെ വനപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കിരാതനും അർജുനനും തമ്മിലുള്ള ആ ഒരു സംവാദ ഭാഗമാണ് ഈ ഒരു അർജുനന് പശുപതാസ്ത്രം കൊടുക്കുന്ന ആ ഒരു കഥയാണ് ഈ ഒരു കാവ്യത്തിൽ വരുന്നത്. ഭാരവിയുടെ രചനാശൈലിയുടെ പ്രത്യേകത അർത്ഥഗൗരവമാണെന്ന് ഉപമാ കാളിദാസസ്യ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഭാരവേർ അർത്ഥഗൗരവം എന്നുള്ളത് അവിടെ ഒന്ന് എടുത്തു പറഞ്ഞതാണ്. രചനാശൈലിയുടെ പ്രത്യേകത അർത്ഥഗൗരവമാണ്. മല്ലീനാഥൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേര് ഖണ്ഡാപദം എന്നാണ്. ശിശുപാലവധം മാഘൻ്റേതാണ്. 20 സർഗങ്ങളാണ് ഈ ഒരു കൃതിയിലുള്ളത്. മഹാഭാരതത്തിൻ്റെ സഭാപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള കൃഷ്ണ ശിശുപാല വൃത്താന്തമാണ് ഈ ഒരു കാവ്യത്തിൽ വരുന്നത്. മല്ലീനാഥൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേര് സർവാങ്കുശ എന്നാണ്. നൈഷധീയ ചരിതം ശ്രീഹർഷൻ്റേതാണ്. 22 സർഗങ്ങളാണുള്ളത്. നള ദമയന്തി കഥയാണ് അതിൽ വർണ്ണിക്കുന്നത്. നൈഷധം വിദ്വദൗഷധം എന്ന് നൈഷധീയ ചരിതത്തിൽ പറയാറുണ്ട്. മല്ലീനാഥൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പേര് ജീവാതു എന്നാണ്. അതുപോലെ തന്നെ ഈ പഞ്ചമഹാകാവ്യങ്ങളിൽ 2 കാവ്യങ്ങളും അതുപോലെ തന്നെ കാളിദാസൻ്റെ തന്നെ മേഘദൂതവും കൂടി ചേർത്തിട്ട്, കാളിദാസൻ്റെ രഘുവംശവും കുമാരസംഭവവും അതുപോലെ മേഘദൂതം എന്ന സന്ദേശകാവ്യം ഖണ്ഡകാവ്യം കൂടി ചേർത്തിട്ട് ലഘുത്രയി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ ബൃഹത്രയി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ബാക്കി 3 മഹാകാവ്യങ്ങൾ, കിരാതാർജുനീയം, ശിശുപാലവധ, നൈഷധീയ ചരിതം. അവയാണ് ബൃഹത്രയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാളിദാസൻ്റെ ഉപമാ കാളിദാസസ്യ ഭാരവേർ അർത്ഥഗൗരവം ദണ്ഡിനഃ പദലാളിത്യം മാഘേ സന്ധി ത്രയോഗുണാഹ. ഇവരുടെയൊക്കെ രചനാശൈലിയുടെ പ്രത്യേകത അവിടെ പറയുകയാണ്. കാളിദാസൻ്റേത് ഉപമ, ഭാരവിയുടെ അർത്ഥഗൗരവം, ദണ്ഡിയുടേത് പദലാളിത്യം. മാഘന് ഈ 3 ഗുണങ്ങളും ഉണ്ടെന്നുകൂടി പറയാണ്. പിന്നെ മറ്റു ചില കാവ്യങ്ങളും അതിൻ്റെ ഓതേഴ്സും നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അത് ഞാൻ ടെക്സ്റ്റിലുള്ള ഫുള്ള് ആ ഒരു ഓതേഴ്സിനെ, അതായത് കൃതികൾ ടെക്സ്റ്റ് ഓതർ എന്നുള്ള രീതിയിൽ പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്. അശ്വഘോഷൻ്റെ ബുദ്ധചരിതം, കുമാരദാസൻ്റെ ജാനകീഹരണം, രത്നാകരൻ്റെ ഹരവിജയം, ശിവസ്വാമിയുടെ കഭണാഭ്യുദയം, വാസുദേവൻ്റെ നളോദയം. ഇത്രയാണ് മഹാകാവ്യങ്ങൾ. പ്രവരസേനൻ്റെ സേതുബന്ധം, ബാണഭട്ടൻ്റെ ഹർഷചരിതം, വാഗ്പതിരാജൻ്റെ ഗൗഡവഹോ, ശങ്കുകൻ്റെ ഭുവനാഭ്യുദയം, പരിമളൻ്റെ നവസാഹസാംഗചരിതം, ബിൽഹണൻ്റെ വിക്രമാംഗദേവചരിതം, കൽഹണൻ്റെ രാജതരംഗിണി, അതുലൻ്റെ മൂഷികവംശം, AR രാജരാജവർമ്മയുടെ ആംഗല സാമ്രാജ്യം, KN എഴുത്തച്ഛൻ്റെ കേരളോദയം, വിശാഖ വിജയം കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ, മുതുകുളം ശ്രീധരൻ്റെ നവഭാരതം. ഇത്രയാണ് ചരിത്രകാവ്യങ്ങൾ. ഇനി കാളിദാസൻ്റെ മേഘദൂതം, ധോയിയുടെ പവനദൂതം, അതുപോലെ ലക്ഷ്മീദാസൻ്റെ ശുഗസന്ദേശം, വേദാന്തദേശികൻ്റെ ഹംസസന്ദേശം, ഉദ്ദണ്ഡശാസ്ത്രിയുടെ കോകില സന്ദേശം, ഉദയരാജാവിൻ്റെ മയൂര സന്ദേശം. ഇത്രയാണ് പ്രധാനപ്പെട്ട സന്ദേശകാവ്യങ്ങൾ. അടുത്തത് ദണ്ഡിയുടെ ദശകുമാരചരിതം, വാസവദത്തയുടെ സുബന്ധു, ബാണഭട്ടൻ്റെ കാദംബരി, ഗുണാഢ്യൻ്റെ ബൃഹത്കഥ, ക്ഷേമേന്ദ്രൻ്റെ ബൃഹത്കഥാമഞ്ജരി, സോമദേവൻ്റെ കഥാസരിത്സാഗരം, ആര്യശൂരൻ്റെ ജാതകമാല, വിഷ്ണു ശർമ്മയുടെ ഹിതോപദേശം, വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രം, നാരായണൻ്റെ ഹിതോപദേശം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഗദ്യകാവ്യങ്ങൾ. കാളിദാസൻ്റെ ഋതുസംഹാരം, ഹാലൻ്റെ ഗാഥാസപ്തശതി, ഭർതൃഹരിയുടെ ശതകത്രയം, അമരൂൻ്റെ അമരുശതകം, ബിൽഹണൻ്റെ ചൗരപഞ്ചാശിക. ഇത്രയാണ് പ്രധാനപ്പെട്ട മറ്റ് ഖണ്ഡകാവ്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നാടകം രൂപകങ്ങളിലേക്ക് വരികയാണ്. രൂപകങ്ങൾ 10 വിധത്തിലുണ്ട്. നാടകം, പ്രകരണം, ബാണം, പ്രഹസനം, ഡിമം, വ്യായോഗം, സമവകാരം, വീഥി, അംഗം, ഇഹാമൃഗം. ഇങ്ങനെ 10 രൂപകങ്ങളുണ്ട്, ദശരൂപകങ്ങളുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത് പ്രധാനപ്പെട്ട നാടകങ്ങൾ അല്ലെങ്കിൽ രൂപകങ്ങൾ, ഭാസൻ്റെയും കാളിദാസൻ്റെയൊക്കെ പേരുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഭാസൻ്റെ 13 രൂപകങ്ങളുണ്ട്. അതിൽ 4 ബൃഹത് കഥയെ ആശ്രയിച്ചും, 2 രാമായണത്തെ ആശ്രയിച്ചും, 6 മഹാഭാരതത്തെ ആശ്രയിച്ചും, അതുപോലെ തന്നെ 1 ഹരിവംശ കഥയെ ബേസ് ചെയ്തിട്ടുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബൃഹത് കഥയെ ആശ്രയിച്ചുണ്ടായിട്ടുള്ള രൂപകങ്ങൾ സ്വപ്നവാസവദത്തം, പ്രതിജ്ഞായോഗന്ധരായണം, അവിമാരകം, ചാരുദത്തം. രാമായണത്തെ ആശ്രയിച്ചുണ്ടായിട്ടുള്ളത് പ്രതിമാനാടകവും അഭിഷേക നാടകവും.
മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് കർണഭാരം, ദൂതവാക്യം, ദൂതഘടോത്കജം, മധ്യമം വ്യായോഗം, പഞ്ചരാത്രം, ഊരുഭംഗം. ഹരിവംശ കഥയെ ബേസ് ചെയ്തിട്ടുള്ളത് ബാലചരിതം. ഇത്രയാണ് ഭാസന്റെ 13 രൂപകങ്ങൾ. മറ്റ് രൂപകങ്ങളെ പറ്റി പറയാണ് അശ്വഘോഷന്റെ ശാരീപുത്ര പ്രകരണം, അതുപോലെ അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം, മാളവികാഗ്നിമിത്രം, ഇവ 3 കാളിദാസൻ്റേത്. ശൂദ്രകന്റെ മൃച്ഛകടികം, ബൗധായനന്റെ ഭഗവദജ്ജുകം, ഹർഷവർദ്ധനന്റെ പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദം, മഹേന്ദ്ര വിക്രമന്റെ മത്തവിലാസ പ്രഹസനം, ഭട്ടനാരായണന്റെ വേണി സംഹാരം, വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം, ഭവഭൂതിയുടെ മഹാവീരചരിതം, മാലതീമാധവം, ഉത്തരരാമചരിതം, മുരാരിയുടെ അനർഘരാഘവം. അതുപോലെ കേരളീയമായിട്ട് പറയുമ്പോൾ ശക്തിഭദ്രന്റെ ആശ്ചര്യചൂടാമണിയും, കുലശേഖരന്റെ തപതി സംവരണം, സുഭദ്രാ ധനഞ്ജയം. ഇത്രയാണ് പ്രധാനപ്പെട്ട രൂപകങ്ങൾ. പിന്നെ നമ്മൾ സംസ്കൃത സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റി പറയുകയാണ്. 8 സിദ്ധാന്തങ്ങളാണ് സംസ്കൃത സാഹിത്യത്തിലുള്ളത്. രസം, അലങ്കാരം, ഗുണം, രീതി, ധ്വനി, വക്രോക്തി, ഔചിത്യം, അനുമാനം, ഇങ്ങനെ 8 സിദ്ധാന്തങ്ങളുണ്ട്. അതിൽ രസസിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആചാര്യൻ ഭരതമുനിയാണ്. ഗ്രന്ഥത്തിൻ്റെ പേര് നാട്യശാസ്ത്രം. അലങ്കാര സിദ്ധാന്തത്തിൻ്റെ ആചാര്യൻ ഭാമഹനാണ്. ഗ്രന്ഥത്തിൻ്റെ പേര് കാവ്യാലങ്കാരം. ഗുണ സമ്പ്രദായത്തിൻ്റെ ആചാര്യൻ ദണ്ഡിയാണ്. ഗ്രന്ഥത്തിൻ്റെ പേര് കാവ്യാദർശം. രീതിയുടേത് വാമനനാണ്. കാവ്യത്തിൻ്റെ പേര് കാവ്യാലങ്കാര സൂത്രവൃത്തി. ധ്വനിയുടേത് ആനന്ദവർദ്ധനനാണ്. കാവ്യത്തിൻ്റെ പേര് ധ്വന്യാലോകം. വക്രോക്തിയുടേത് കുന്തകനാണ്. കാവ്യത്തിൻ്റെ പേര് വക്രോക്തി ജീവിതം. ഔചിത്യത്തിൻ്റേത് ക്ഷേമേന്ദ്രനാണ്. ഗ്രന്ഥത്തിൻ്റെ പേര് ഔചിത്യ വിചാര ചർച്ച. അനുമാനത്തിൻ്റേത് മഹിമഭട്ടനാണ്. ഗ്രന്ഥത്തിൻ്റെ പേര് വ്യക്തിവിവേകം. ഇത്രയാണ് സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട്. ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പോയിൻ്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് കേട്ടോ. ഇനി വരുന്നത് ദർശനങ്ങളാണ്. ദർശനങ്ങൾ ആസ്തികം നാസ്തികം ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്തിക ദർശനങ്ങൾ സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ഇങ്ങനെ 6 എണ്ണവും. നാസ്തിക ദർശനങ്ങൾ ബൗദ്ധം, ജൈനം, ചാർവാകം, ഇങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. ഇതിൽ സാഖ്യദർശനത്തിൻ്റെ ആചാര്യൻ കപിലനാണ്. അടിസ്ഥാന ഗ്രന്ഥം അല്ലെങ്കിൽ കപിലൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് സാഖ്യപ്രവചന സൂത്രമാണ്. ഇതിൻ്റെ ഈ ഒരു സാഖ്യദർശനത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായിട്ട് ഈശ്വരകൃഷ്ണൻ്റെ സാഖ്യകാരികയാണ് പറയുന്നത്. ഇതിൽ 3 പ്രമാണങ്ങളാണുള്ളത്: പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം. ഇവർ സത്കാര്യവാദികളാണ്. 25 തത്വങ്ങൾ ഇവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ സാഖ്യം ആചാര്യൻ കപിലനാണ്. കപിലൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് സാഖ്യപ്രവചന സൂത്രം എന്നാണ്. പക്ഷെ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രാമാണിക ഗ്രന്ഥം ഈശ്വരകൃഷ്ണൻ്റെ സാഖ്യകാരികയാണ്. ഇതിൻ്റെ 3 പ്രമാണങ്ങളാണുള്ളത്: പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം. ഇവർ സത്കാര്യവാദികളാണ്. 25 തത്വങ്ങൾ ഇവർ അംഗീകരിക്കുന്നുണ്ട്. ഇനി യോഗത്തിൻ്റെ ആചാര്യൻ പതഞ്ജലിയാണ്. പ്രാമാണിക ഗ്രന്ഥം പതഞ്ജലിയുടെ യോഗസൂത്രമാണ്. ഇതിൽ 4 പാദങ്ങളും 195 സൂത്രങ്ങളുമാണുള്ളത്. ഇവരിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അഷ്ടാംഗങ്ങൾ ഇവർ അംഗീകരിക്കുന്നുണ്ട്: യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇവരും 3 പ്രമാണങ്ങൾ തന്നെ, പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം, ഈ 3 പ്രമാണങ്ങൾ തന്നെയാണ് ഇവരും അംഗീകരിക്കുന്നത്. പിന്നെ വരുന്നത് ന്യായദർശനമാണ്. ആചാര്യൻ ഗൗതമൻ. പ്രാമാണിക ഗ്രന്ഥം ന്യായസൂത്രം. ഗൗതമൻ്റെ തന്നെയാണ് ന്യായസൂത്രം. മറ്റ് പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അന്നംഭട്ടൻ്റെ തർക്കസംഗ്രഹം. ഇവർ 4 പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുണ്ട്: പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം. ന്യായത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ന്യായം പ്രാചീന്യായം, നവ്യന്യായം എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രാചീന്യായത്തിൻ്റെ ആചാര്യൻ ഗൗതമനും നവ്യന്യായത്തിൻ്റെ ആചാര്യൻ ഗംഗേശോപാധ്യായൻ എന്നും പറയാം. ഗംഗേശോപാധ്യായനൻ്റെ ടെക്സ്റ്റിൻ്റെ പേര് തത്വചിന്താമണി എന്നാണ്. വൈശേഷിക ദർശനത്തിൻ്റെ ആചാര്യൻ കണാദനാണ്. പ്രാമാണിക ഗ്രന്ഥം വൈശേഷിക സൂത്രം. 2 പ്രമാണങ്ങളാണ് അവർ അംഗീകരിക്കുന്നത്: പ്രത്യക്ഷം, അനുമാനം. ഇവർ അസത്കാര്യവാദികളാണ്. അടുത്തത് പൂർവമീമാംസയാണ്. പൂർവമീമാംസയുടെ ആചാര്യൻ ജൈമിനിയാണ്. ദ്വാദശലക്ഷണിയാണ് പ്രാമാണിക ഗ്രന്ഥം, അല്ലെങ്കിൽ ജൈമിനീയ സൂത്രം എന്ന് പറയും. ജൈമിനീയ സൂത്രത്തിൻ്റെ ആദ്യത്തെ 12 അധ്യായങ്ങളെയാണ് ദ്വാദശലക്ഷണി എന്ന് പറയുന്നത്. ബാക്കി 4 അധ്യായങ്ങളെ ചേർത്ത് സംഘർഷകാണ്ഡം എന്ന് പറയുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് മീമാംസ പരിഭാഷ, കൃഷ്ണയജ്വൻ്റെ, ലൗകാക്ഷി ഭാസ്കരൻ്റെ അർത്ഥസംഗ്രഹം.
ഇതിൽ 6 പ്രമാണങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പൂർവമീമാംസയുടെ കാര്യം പറയുമ്പോൾ ഭാട്ടമതം, പ്രാഭാകര മതം എന്ന് 2 ഡിവിഷൻ പറയാറുണ്ട്. അതിൽ ഭാട്ടന്മാർ 6 പ്രമാണവും പ്രാഭാകരന്മാർ 5 പ്രമാണവും അംഗീകരിക്കുന്നു എന്നാണ് പറയുന്നത്. 6 പ്രമാണങ്ങൾ ഭാട്ടന്മാർ അംഗീകരിക്കുന്നത് പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി. പ്രാഭാകരന്മാർ അംഗീകരിക്കുന്ന 5 പ്രമാണം പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം, അർത്ഥാപത്തി. ഇനി ഉത്തരമീമാംസയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആചാര്യൻ ബാദരായണനാണ്. പ്രാമാണിക ഗ്രന്ഥം ബ്രഹ്മസൂത്രമാണ്. 4 പാദങ്ങളും 555 സൂത്രങ്ങളുമാണ് ബ്രഹ്മസൂത്രത്തിലുള്ളത്. 6 പ്രമാണങ്ങൾ ഇവരും അംഗീകരിക്കുന്നുണ്ട്. പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി. ഇനി ഈ ഒരു വേദാന്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉത്തരമീമാംസ അല്ലെങ്കിൽ വേദാന്തത്തിന് ഉപപ്രസ്ഥാനങ്ങളുണ്ട്. അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ശുദ്ധാദ്വൈതം, ദ്വൈതം, ദ്വൈതാദ്വൈതം, അചിന്ത്യ ഭേദാഭേദം. അദ്വൈത ദർശനത്തിൻ്റെ ആചാര്യൻ ശങ്കരാചാര്യൻ, വിശിഷ്ടാദ്വൈതത്തിൻ്റേത് രാമാനുജൻ, ശുദ്ധാദ്വൈതത്തിൻ്റേത് വല്ലഭാചാര്യൻ, ദ്വൈതത്തിൻ്റേത് മധ്വാചാര്യൻ, ദ്വൈതാദ്വൈതത്തിൻ്റേത് നിംബാർക്കൻ, അചിന്ത്യ ഭേദാഭേദത്തിൻ്റേത് ചൈതന്യ മഹാപ്രഭു. ഇനി നാസ്തിക ദർശനങ്ങളാണ്. ബൗദ്ധദർശനത്തിൻ്റെ ആചാര്യൻ ബുദ്ധനാണ്. പ്രമാണങ്ങൾ 2 പ്രത്യക്ഷം, അനുമാനം. ഈ 2 പ്രമാണങ്ങളാണ് അവർ അംഗീകരിക്കുന്നത്. ജൈന ദർശനത്തിൻ്റെ ആചാര്യൻ വർദ്ധമാന മഹാവീരനാണ്. 3 പ്രമാണങ്ങളാണ് അവർ അംഗീകരിക്കുന്നത്. പ്രത്യക്ഷം, അനുമാനം, ശാബ്ദം. ചാർവാക ദർശനത്തിൻ്റെ ആചാര്യൻ ബൃഹസ്പതിയാണ്. ലോകായത ദർശനം എന്നും ഇതിനെ പറയാറുണ്ട്. ബാർഹസ്പത്യ ദർശനം എന്നും പറയാറുണ്ട്. 1 പ്രമാണം പ്രത്യക്ഷത്തെ മാത്രമാണ് ഇവർ അംഗീകരിക്കുന്നത്. പിന്നെ വരുന്നത് ഈ മഹാവാക്യങ്ങൾ, അതായത് 4 മഹാവാക്യങ്ങളുണ്ട്. ഈ 4 മഹാവാക്യങ്ങളും ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ഭാഗം. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത് ഐതരയോപനിഷത്തിൻ്റെ ഭാഗമാണ്. അയമാത്മ ബ്രഹ്മ എടുത്തിട്ടുള്ളത് മാണ്ഡൂക്യോപനിഷത്തിൽ നിന്നാണ്. തത്വമസി ചാന്തോക്യോപനിഷത്തിൽ നിന്നാണ്. അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നാണ്. ഇനി ഇതിൽ വരുന്ന ആ ഒരു ടെക്സ്റ്റിൽ HSL ഹിസ്റ്ററി ഓഫ് സയൻസ് ലിറ്ററേച്ചർ ഷോർട്ട് ഹിസ്റ്ററിയിൽ വരുന്ന അവസാനത്തെ ഒരു ഭാഗത്ത് വരുന്നതാണ് ആ ഒരു സയൻറ്റിഫിക് ലിറ്ററേച്ചറിൻ്റെ പാർട്ടിൽ വരുന്ന നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത പാർട്ടുകൾ മാത്രം. ഇതിൽ തന്നെ അസ്ട്രോണമി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഓൾറെഡി നേരത്തെ വേദാംഗമൊക്കെ പറഞ്ഞ സമയത്ത് ടെക്സ്റ്റ് ഓതേഴ്സും പറഞ്ഞു പോയതുകൊണ്ട് ഇവിടെ എടുത്ത് പറയണില്ല. ഗാന്ധർവവേദം അല്ലെങ്കിൽ സംഗീതശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ ശാങ്കദേവൻ്റെ സംഗീതരത്നാകരം, നാണ്യദേവൻ്റെ സരസ്വതി ഹൃദയാലങ്കാരം, സോമേശ്വരൻ്റെ ഭൂലോകമല്ല. കാമശാസ്ത്രത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ വാത്സ്യായനൻ്റെ കാമസൂത്രം, കക്കോഗൻ്റെ രതിരഹസ്യം, ജയദേവൻ്റെ രതിമഞ്ജരി, ഇമ്മാടി പ്രൗഢദേവരായൻ്റെ രതിരത്ന പ്രദീപിക, കല്യാണമല്ലൻ്റെ അനങ്കരംഗം. അതുപോലെ ഛന്ദശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ പിംഗലൻ്റെ ഛന്ദസൂത്രം, ക്ഷേമേന്ദ്രൻ്റെ സുവൃത്തതിലകം, ഹേമചന്ദ്രൻ്റെ ചന്ദോനുശാസനം, കേദാരഭട്ടൻ്റെ വൃത്തരത്നാകരം. കോശഗ്രന്ഥങ്ങൾ അമരസിംഹൻ്റെ നാമലിംഗാനുശാസനം, ശാശ്വതൻ്റെ അനേകാർത്ഥ സമുച്ചയം, അഭിധാനരത്നമാല ഹലായുധൻ്റെ, അജയബാലൻ്റെ നാനാർത്ഥരത്നമാല, നാനാർത്ഥാർണവ സംക്ഷേപം കേശവസ്വാമിയുടെ, അഭിധാന ചിന്താമണി അനേകാർത്ഥ സംഗ്രഹം ഹേമചന്ദ്രൻ്റെ. അതുപോലെ ആയുർവേദ ഗ്രന്ഥങ്ങൾ ചരകൻ്റെ ചരകസംഹിത, സുശ്രുതൻ്റെ സുശ്രുത സംഹിത, കശ്യപൻ്റെ കശ്യപ സംഹിത, വാഗ്ഭടൻ്റെ അഷ്ടാംഗഹൃദയം അഷ്ടാംഗ സംഗ്രഹം, നാഗാർജുനൻ്റെ യോഗസാരം, സുരപാലൻ്റെ വൃക്ഷായുർവേദം, നാരായണൻ്റെ മാതംഗലീല. അർത്ഥശാസ്ത്രവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, കാമന്തകൻ്റെ നീതിസാരം, സോമദേവസൂരിയുടെ നീതിവാക്യാമൃതം, ഭോജൻ്റെ യുക്തികൽപ്പതരു, ചന്ദ്രേശ്വരൻ്റെ നീതിരത്നാകരം. വാസ്തുവിദ്യയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഭോജൻ്റെ സമരാങ്കണ സൂത്രധാരും, കുമാരൻ്റെ ശില്പരത്നം. അപ്പോൾ ഇത്രയാണ് ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഇനി പഠിച്ചിട്ടില്ലാത്ത കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നത് HSL എന്ന് പറയുന്ന ടെക്സ്റ്റിൽ. ഈ ടെക്സ്റ്റ് ഓതേഴ്സും തന്നെയാണ് കൂടുതലും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക. ഇനി നമുക്ക് നോക്കാനുള്ളത് 2 അലങ്കാരങ്ങളാണ്. ഒന്നാമത്തേത് പ്രദീപമാണ്. പ്രദീപം ഉപമാനസ്യ ഉപമേയത്വ പ്രകൽപ്പനം ത്വല്ലോചന സമം പത്മം ത്വദ്വക്ത്ര സദൃശോ വിധു. പ്രദീപം ഉപമാനസ്യ ഉപമേയത്വ പ്രകൽപ്പനം. എന്താണ്? ഉപമാനസ്യ ഉപമാനത്വേന പ്രസിദ്ധസ്യ ചന്ദ്രാദേരുപമേയത്വ പ്രകൽപ്പനമിതി തത് പ്രദീപം. എന്താണ്? നമ്മൾ സാധാരണ പറയുന്ന ഉപമാനത്തിനെ ഉപമേയമായിട്ട് പറയുന്നു. അതായത് മുഖത്തിനെ
ചന്ദ്രനോട് ഉപമിക്കുന്നതിന് പകരം ചന്ദ്രനെ മുഖത്തോട് ഉപമിക്കുന്നു. അത്തരത്തിൽ തിരിച്ചു പറയുന്നതാണ്, ഉപമാനത്തിന് ഉപമേയമായിട്ട് പറയുന്നതാണ് പ്രദീപാലങ്കാരം എന്ന് പറയുന്നത്. 2 ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ത്വല്ലോചന സമം പത്മം. എന്താണ്? തവ ലോചന സദൃശം പത്മം. നിന്റെ കണ്ണുകൾക്ക് തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ നിന്റെ കണ്ണുകളെപ്പോലെയുള്ള താമര. സാധാരണ താമര പോലെയുള്ള, താമരമുട്ട് പോലെയുള്ള കണ്ണുകൾ എന്ന് പറയുന്നതിന് പകരം നിന്റെ കണ്ണുകൾ പോലെയുള്ള താമര എന്ന് പറയുന്നു. ഉപമാനത്തിന് ഉപമേയമായിട്ട് പറയും. ത്വദ്വക്ത്രസദൃശോ വിധു. എന്താണ്? നിന്റെ മുഖസദൃശമായിട്ടുള്ള വിധു, ചന്ദ്രൻ. അപ്പോൾ അവിടെ സാധാരണ ചന്ദ്രന് തുല്യമായിട്ട് അല്ലെങ്കിൽ ചന്ദ്രനെ പോലെയുള്ള മുഖം എന്നാ പറയാറ്. ചന്ദ്രനെ പോലെ നിന്റെ മുഖം തിളങ്ങുന്നുണ്ട്. ഇവിടെ മുഖത്തിന് തുല്യമായിട്ട് ചന്ദ്രൻ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചന്ദ്രനെ അവിടെ ഉപമേയമായിട്ട് പറയുന്നു. അത്തരത്തിൽ ഉപമാനത്തിന് ഉപമേയമായിട്ട് പറയുന്നതിനെയാണ് പ്രദീപാലങ്കാരം എന്ന് പറയുന്നത്. അടുത്ത അലങ്കാരം സമാസോക്തിയാണ്. സമാസോക്തി പരിസ്ഫൂർത്തി പ്രസ്തുതോ അപ്രസ്തുതസ്യ ചേത്. എന്താണ്? പ്രസ്തുതമായിട്ടുള്ളൊരു അർത്ഥം ഉണ്ടാവും അവിടെ, റെലവൻ്റ് ആയിട്ടുള്ളൊരു അർത്ഥം ഉണ്ടാവും അവിടെ, നോൺ റെലവൻ്റ് ആയിട്ടുള്ള അപ്രസ്തുതമായിട്ടുള്ള വേറൊരു അർത്ഥം ഉണ്ടാവും. അത്തരത്തിൽ 2 അർത്ഥങ്ങൾ പ്രസ്തുതവും അപ്രസ്തുതവും വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? സമാസോക്തി അലങ്കാരം എന്ന് പറയുന്നത്. അവിടെ അയമൈന്ദ്രീമുഖം പശ്യ രക്തചുംബതി ചന്ദ്രമാഹ എന്നാണ് അവിടെ ഉദാഹരണം പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ലക്ഷണം എന്താ നമ്മൾ പറഞ്ഞ? പ്രസ്തുതമായിട്ടുള്ള ഒരു അർത്ഥം പറയുന്നതിനോടൊപ്പം അപ്രസ്തുതമായിട്ടുള്ള മറ്റൊരർത്ഥത്തിൻ്റെ പ്രതീതിയും കൂടി അവിടെ ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉദാഹരണം നോക്ക്. അയമൈന്ദ്രീമുഖം പശ്യ രക്തചുംബതി ചന്ദ്രമാഹ. അവിടെ രക്തം എന്നുള്ള പദത്തിന് ചുവപ്പ് എന്നുള്ള അർത്ഥം കൊടുക്കുന്നു. മുഖം എന്നുള്ള അർത്ഥത്തിന് എന്താണ്? ആ ഒരു ആദ്യം ബിഗിനിങ് എന്നുള്ളൊരർത്ഥം, അതായത് ആദ്യ ഭാഗം എന്നുള്ളൊരർത്ഥം. എന്താണ്? ഇപ്പോൾ പ്രാരംഭം എന്നുള്ളൊരർത്ഥം, അതായത് ചന്ദ്രൻ കിഴക്കിനെ, ചുവന്ന ചന്ദ്രൻ കിഴക്കിനെ ചുംബതി എന്നുള്ളിടത്ത് ടച്ച് ചെയ്യുന്നു എന്നുള്ളൊരർത്ഥം. രക്തചുംബതി, കിഴക്ക് ദിക്കിന് അല്ലെങ്കിൽ ആ പ്രാരംഭ ദിക്കിനെ സ്പർശിച്ചു, ചന്ദ്രൻ ഉദിച്ചു എന്ന് പറയുന്നതിന് പറയുകയാണ് എന്താണ്? ചുവന്ന രക്തനിറത്തിലുള്ള ആ ചന്ദ്രൻ എന്താ പറയുക, മുഖം ചുംബതി എന്നാണ് പറഞ്ഞേക്കുന്നത്. മുഖം എന്ന് പറയുമ്പോൾ അവിടെ പ്രാരംഭ ഭാഗത്തെ സ്പർശിച്ചു എന്ന് പറയുകയാണ്, അവിടെ തൊട്ടു എന്നുള്ള രീതിയിൽ പറയുകയാണ്, അതായത് അവിടെ ഉദിച്ചു വന്നു എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ രക്തം എന്നുള്ള പദത്തിനൊരു എന്താ പറയുക, ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു കാമുകി എന്നുള്ള അർത്ഥത്തിൽ പറയണം, അല്ലെങ്കിൽ ലവർ എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നു. മുഖം എന്നുള്ള അർത്ഥം തന്നെ വെക്കുന്നു. ചുംബതി എന്നുള്ളതിന് കിസ്സിങ് എന്നുള്ളൊരർത്ഥം, അതായത് ചുംബിക്കുന്നു എന്നുള്ളൊരർത്ഥം പറയുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചന്ദ്രൻ എന്നുള്ളത് അല്ലെങ്കിൽ ഐന്ദ്രി എന്നുള്ള പദത്തിന് ഒരു എന്താ പറയുക, ഒരു നായിക എന്നും അതുപോലെ തന്നെ ചന്ദ്രൻ എന്നുള്ള പദത്തിനൊരു നായകൻ എന്നും പറയുകയാണെങ്കിൽ ഈ ഒരു ഇവിടെ എന്താ പറയുക, ഐന്ദ്രീമുഖം നായികയുടെ മുഖത്തിനെ എന്താ പറയുക, നായികയുടെ മുഖത്തിനെ നായകനായിട്ടുള്ള കാമുകൻ അവിടെ ചുംബിക്കുന്നു എന്നുള്ളൊരർത്ഥം വരാണ്. അങ്ങനെ അപ്രസ്തുതമായിട്ടുള്ള മറ്റൊരർത്ഥം കൂടി അവിടെ എന്താ പറയുക, പ്രതീതമാവുകയാണെങ്കിൽ അതിനെ സമാസോക്തി എന്ന് പറയുന്ന അലങ്കാരമായിട്ട് പറയുന്നു. പ്രസ്തുതമായിട്ടുള്ളൊരർത്ഥം ഉണ്ടാവും, അപ്രസ്തുതമായിട്ടുള്ള മറ്റൊരർത്ഥം ഉണ്ടാവും. ഇതാണ് സമാസോക്തി അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ.